ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാനിലെ ഫസ്റ്റിലെ ഡേയിലെ വീഡിയോ ആണ് കേട്ടോ. തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ സമയം 4:45. ഇനി ഞാൻ കുറച്ച് സമയമായിട്ട് എണീറ്റിട്ട് കുറച്ച് സമയമായി. അപ്പോൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത് കേട്ടോ. ഇനി വേഗം തന്നെ എന്തെങ്കിലും ഒന്ന് ഫുഡാക്കാം. ഞാൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയാണ് ആക്കുന്നത്. അപ്പോൾ ദോശക്ക് അരി അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചരി അരച്ചിട്ടുള്ള ദോശയല്ലേ, അതാണ്. അത് രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ റമദാൻ എന്ന പുണ്യമാക്കപ്പെട്ട മാസത്തിലൂടെയാണല്ലേ നമ്മൾ കടന്നു പോകുന്നതും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയോട് കൂടിയിട്ടും പവിത്രതയോട് കൂടിയിട്ടും നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനായിട്ടുള്ള ആയുസ്സും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സും നമുക്കുണ്ടാവട്ടെ. അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണല്ലേ. അപ്പോൾ അതാദ്യം നമ്മളവിടെ സെറ്റാക്കി വെക്കാം. നമ്മൾ എണീറ്റ് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതവിടെ ലോക്കാക്കിയിട്ട് വെക്കുക. അപ്പോൾ അത് നമുക്ക് കുറേ സമാധാനം ഉണ്ടാവും കേട്ടോ. എനിക്കങ്ങനെയാണ്. ഞാൻ ഫുഡാക്കുന്നതിന് മുമ്പ് അതെല്ലാം ചെയ്ത് വെച്ചിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് സമാധാനത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇപ്പോൾ എന്തായാലും നമ്മൾ പ്രയർ ചെയ്യണം അത് വിചാരിച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ട, ഫുഡ് കഴിക്കാണ്ട് നമുക്ക് എന്താ പറയുക വ്രതം എടുക്കണം, അതൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലർ പറയുക അങ്ങനെ കുറേ സമയം ഇതിനായിട്ട് ചിലവഴിക്കണോ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട്. അപ്പോൾ അതങ്ങനെയല്ല. ഫുഡ് കഴിക്കാണ്ട് നമുക്ക് എന്തായാലും വ്രതം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ച് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പോവുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ദോശയ്ക്കൊക്കെ ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈസിയല്ലേ. ഇതിപ്പോൾ രാവിലെ അരച്ചാലും മതി, പക്ഷേ അരച്ച് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമല്ലേ. ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ആ ഒരു ടൈം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സമയം ഉണ്ടെങ്കിലും നമ്മൾ കുറേ കിച്ചണിൽ നിൽക്കാതെ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ നിൽക്കാതെ വേഗം ചെയ്ത് തീർത്തിട്ട് നമുക്ക് നമസ്കാരത്തിനും പേരിനോ ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അത് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഞാൻ ആ രീതിയിൽ കാണാം. അപ്പോൾ ഇന്നലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, രാത്രി തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ വേഗം. അപ്പോൾ എത്രയൊക്കെ സമയമുണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുണ്ടല്ലോ അതൊരു തിരക്കാണ് കേട്ടോ. അത് നോമ്പ് തുറക്കുമ്പോഴായാലും അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ സമയത്തായാലും സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് ആ സമയത്തായാലും ഒരു തിരക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ റഫീക്ക നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോയി. ഇനിയിപ്പോൾ ഞാനും എൻ്റെ പ്രയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാവും കുറച്ച് സമയം. ഇതാ നല്ല മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വരുന്നത്. ഞാൻ ആദ്യം എന്താണെന്ന് വിചാരിച്ചു കേട്ടോ, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇങ്ങനെ പുക പോലെ പോകുന്നുണ്ട് കേട്ടോ. തണുപ്പൊന്നുമില്ല വല്ലാണ്ട്, പക്ഷേ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. ഇതില്ലേ തലേ ദിവസം, അതായത് നമ്മൾ മാസം കാണുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വീട് ഒന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെരുന്നാളിന് മാത്രമല്ല കേട്ടോ, അതായത് ഈദിന് മാത്രമല്ല, നമുക്ക് റമദാനിൽ മാസം കാണുമ്പോൾ അതുപോലെ നമ്മളെ വ്രതം തുടങ്ങുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടതല്ലേ. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഞാൻ കഴിഞ്ഞ തവണയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ വീഡിയോൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാം വിട്ടുപോകും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. എന്നിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ രാത്രിയിൽ അതൊക്കെ റെഡിയാക്കി കേട്ടോ. ശരിക്കും ഈ ലൈറ്റ് പോലെ ആ ഒരു ഹാപ്പിനെസ്സും എന്തോ സന്തോഷവും ഭയങ്കര ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കും. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സമയം അതിങ്ങനെ ഫുൾ ടൈം ഒന്നല്ല, അങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വീട് വൃത്തിയാക്കിയിട്ടും നമ്മളെ പരിസരവും വീടൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഈ ഒരു മാസത്തെ നമ്മൾ വരവേൽക്കണം അല്ലേ. അപ്പോൾ ഇതാ എൻ്റെ തലേദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ ടേബിളൊന്ന് ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തേതാണ് നിങ്ങൾ കണ്ടത്. ഇത് ഞാൻ ഈ ഒരു ടേബിൾ റണ്ണറില്ലേ മാറ്റ്, അത് സെൻറ്ററിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഓൺലൈൻ ഓർഡർ ആക്കിയാണ്. ലിങ്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം.
പിന്നെ ഇത് ഞാൻ സ്റ്റോറീസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഐറ്റംസ് ഒന്ന് കാണിച്ചത്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടേബിള് ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഈ ഫ്ലവർ, ഈ ഒരു ട്രേ, അതുപോലെ തന്നെ ഇത്, പിന്നെ ഇതാ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കാനുള്ള ഇങ്ങനത്തെ 2 സംഭവം. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ ആദ്യത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒരു ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാം അല്ലേ. ഞാൻ ടേബിളൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. എത്രയായാലും ഈ ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊടിയാണ് കേട്ടോ. വുഡിൻ്റെ ഭാഗത്ത് നമുക്ക് അത്ര ഫീൽ ചെയ്യൂല. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ജംഷി വീട് ഇരിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ലല്ലോ, അതെന്താന്ന്. എനിക്ക് അങ്ങനൊരു കറക്റ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും കേട്ടോ ശരി. ഞാൻ സാധനമൊക്കെ വാങ്ങിയത് തലേ ദിവസമാണ്. നേരത്തെ എനിക്ക് വാങ്ങാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നു അതിനിടയിൽ. പിന്നെ വീടൊരുക്കുന്ന കാര്യം ബെഡ്റൂം ആയാലും ഹാളായാലും കിച്ചണായാലും ഒരുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ. ചിലർക്ക് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ എനിക്ക് ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മളെ വീട്ടിലെ എന്തെങ്കിലും ഫർണിച്ചറൊക്കെ ഒന്ന് ടേബിൾ ചിലപ്പം അപ്പുറത്തേക്കിടും, കട്ടിൽ ചിലപ്പം ഇപ്പുറത്തേക്കിടും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതില്ല, എനിക്ക് ഈ സെൻട്രൽ പോർഷൻ കഴിഞ്ഞപ്പോൾ അത് മാത്രമായിട്ട് ഇട്ടപ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഒരു ഫില്ലല്ലാത്ത പോലെ, ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയിട്ടാ. അപ്പോൾ ഇതാ നമ്മളൊരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ചായി തന്നിട്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമ്മൾ ടേബിൾ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നിയിട്ടാ. അപ്പം അങ്ങനെ എടുത്തതാണേ. ഇതെന്താണെന്നറിയോ, ഇത് ക്രോഷ്യോ വർക്കാണ് കേട്ടോ, മെഷീൻ വർക്കല്ല. കൈ വെച്ചിട്ട് അവർ തുന്നി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷേ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അവർ ഇത് മെഷീനിൽ ചെയ്ത പോലെ അത്രയും പെർഫെക്ഷനാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് എടുത്തിട്ടപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു തീമിന് അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മൾ സബ്സ്ക്രൈബറാണ്. ഇപ്പോൾ എനിക്ക് സ്നേഹത്തോടെ അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സെയിൽ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ 1-2 ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ അവരെ പേജ് നോക്കി, പേജിലുള്ളത് ഈ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പിന്നെ 1-2 പ്രോഡക്റ്റ് ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തതൊക്കെ മിക്സീൻ്റെ കവറൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അവരോട് ചോദിച്ചാൽ മതി കേട്ടോ. അവർ അതിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടമുള്ള കളറിൽ, ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള കളറിലൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. അടിപൊളിയാട്ടോ കാണാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. ഇതിപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോഴാട്ടോ ഞാൻ എണീറ്റത്. റഫീക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാട്ടോ ഞാൻ എണീക്കുക, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ. ഇനി റമദാൻ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വരിക, വീഡിയോൻ്റെ എന്തെങ്കിലും വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നേരത്തെ എണീക്കുക കേട്ടോ. പിന്നെ ഒരു ദിവസം കേട്ടോ, അതായത് അടുത്ത ദിവസം എനിക്ക് എഡിറ്റിംഗ് ആയിരിക്കും. അന്ന് പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഒന്നിടവിട്ടിട്ട് ഇങ്ങനെ കിടക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ റഫീക്ക പോയി. ഇനിയിപ്പം ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റാക്കി മൊത്തത്തിലൊന്ന് നീറ്റാക്കി വെക്കട്ടെ. എന്നിട്ട് ഒരു മാക്സിമം ഒരു മണിക്കൂർ ഒരു ക്ലീനിങ് അത്രയും ഉണ്ടാവില്ല കേട്ടോ ചിലപ്പം റമദാനിന്. കാരണം നമ്മൾ രാവിലെ എണീക്കില്ല, പുലർച്ചയ്ക്ക് എണീറ്റിട്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ കിച്ചൺ ഓടി ഒന്ന് ക്ലീൻ ആക്കും. അതായത് ഫ്ലോറിലൊന്നും ഒന്നും ഉണ്ടാവില്ല, കൗണ്ടർ ടോപ്പ് അപ്പം തന്നെ നീറ്റാക്കിയിട്ട് നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. കിച്ചണിൽ പിന്നെ ഒരു പണിയും ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ എപ്പോഴും വീഡിയോയിൽ എല്ലാ പ്രാവശ്യവും കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യട്ടെ. എത്ര വയ്യെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ രാവിലെ നമുക്ക് എണീക്കുമ്പോൾ ഭയങ്കര ഒരു ഉഷാറായിരിക്കും. കിച്ചൺ കാണുമ്പോൾ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള കിച്ചണായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ കിടന്ന ബെഡ്റൂം ഒന്ന് റെഡിയാക്കുക, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു പണി, ഞാൻ കുഷൻ കവറില്ലേ, എനിക്ക് ടേബിളൊക്കെ അങ്ങനെ ചെയ്തപ്പോൾ കുഷൻ കവർ ഇത് ഞാൻ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ചെയ്ത സമയത്ത് ഇട്ടതായിരുന്നു. ഈ ഒരു വൈറ്റ്, ഇതൊരു ബ്രൈറ്റ് വൈറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്രോഷ്യോൻ്റെ തന്നെ ഒരു കുഷൻ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ അത് മാറ്റി ചേഞ്ച് ആക്കണം തോന്നിയിട്ട്, അപ്പോൾ അങ്ങനെ ആ ഒരു കളറിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ പണികളൊന്നും ഈ ഒരു സമയത്തൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, മുറ്റടിക്കുക, അത് നിർബന്ധമാണ്. ഞാൻ എണീറ്റ ഉടനെ വേഗം അതങ്ങോട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് വൈകുന്ന എന്തെങ്കിലും അലക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിന് നിൽക്കില്ല, വേഗം നിസ്കാരവും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ അതിന് നിൽക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒന്ന് അടിച്ചു വാരുക അങ്ങനത്തെ പണികളൊക്കെ തീർത്തിട്ട് പിന്നെ അങ്ങ് കയറുകയാണ് കേട്ടോ ചെയ്യാം. മാക്സിമം നമ്മൾ ഈ റമദാനിൽ തട്ടിത്തടഞ്ഞ് അവിടെയും ഇവിടെയും ഓരോന്നിലും നോക്കി വെറുതെ ഫോണിലും അങ്ങനെ കുറച്ചൊക്കെ വേണം, പക്ഷേ സമയം കളയാതെ
നമ്മൾ ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് പ്രയറിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലോട്ടറിയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഞാൻ എന്നോടും കൂടിയാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഒന്നും കൂടെ നമ്മൾ മനസ്സിലേക്കത് ആഴ്ന്നിറങ്ങൂലേ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. തലേ ദിവസം ഞാൻ വൈകുന്നേരം തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കാനൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ട് അടിക്കൽ തന്നെ ഒന്ന് പറന്നടിക്കുക എന്ന് പറയില്ലേ, അതായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ കിച്ചൺ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് തലേ ദിവസം സാധനം വാങ്ങിയിട്ട് എടുത്തു വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. കാര്യം പിന്നെ തറാവി നിസ്കരിക്കാൻ കയറി, അങ്ങനെ സമയം നമുക്ക് എക്സ്ട്രാ വേണ്ടേ. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എന്നാലും ഇതാ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കിയിട്ട് വെക്കട്ടെ. റമദാന് ഒരു വേറെ തന്നെ രസമല്ലേ. ശരിക്കും അത് കഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു വിഷമം ശരിക്കും മനസ്സിലാവുക അല്ലേ. ചെറുതിലൊക്കെ ഒന്ന് തീർന്നെങ്കിലും തീർന്ന് മനസ്സിലുണ്ടാവട്ടെ. കാര്യം നമുക്ക് പെരുന്നാളാവണം, അങ്ങനെയല്ലേ. കാര്യം ഓരോ നോമ്പും എണ്ണി ഇപ്പം 5 കഴിഞ്ഞാൽ ഇനി 25 ഉണ്ടല്ലോ അങ്ങനെ ചിന്തിക്കും കേട്ടോ. പക്ഷേ വലുതാവും തോറും നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറുന്നതിനനുസരിച്ചേക്ക് നമുക്ക് ആ ഒരു ബോധവും ഒക്കെ വരുമല്ലോ. അപ്പം അതിനനുസരിച്ച് ശരിക്കും വിഷമമാണ് കേട്ടോ വരിക. അത് നമ്മളാ ഒരു പ്രായത്തിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല ഡിഫറെൻ്റ് ഉണ്ട് ആ ഒരു രണ്ട് ചിന്തയും തമ്മിൽ അല്ലേ. ഈ നട്ട്സൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ ബോട്ടിലേക്ക് ആക്കി വെക്കും കേട്ടോ, ജസ്റ്റ് എടുക്കാനുള്ളത് മാത്രം. പിന്നെ സ്റ്റോർ ചെയ്യാൻ കുറച്ചധികം ഉണ്ടെങ്കിൽ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യാൻ. നിങ്ങൾക്ക് പെട്ടെന്ന് തീരൂല, കുറേ നാളിരിക്കുമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഇതുപോലെ എയർടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലില്ലേ ആ ഒരു ക്രിസ്പിനെസ്, ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. പുറത്തിരിക്കുമ്പോൾ നമ്മളെ കാഷ്യൂനട്ടൊക്കെ ഒരു തണുത്ത പോലെ ആവില്ലേ, അതുപോലെ ബദാം ഇങ്ങനെ കുത്തിയിട്ട് ഒരു എന്താ പറയുക ആ ഒരു കുത്തൻ വരിക എന്ന് പറയില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. പിന്നെ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്തിട്ട് ഓർത്തിട്ട് എടുക്കണം എന്ന് മാത്രം, ഫ്രിഡ്ജിൽ തന്നെ ആയി പോരുത് കേട്ടോ. നമ്മൾ നല്ല കാര്യങ്ങൾ അങ്ങനെയല്ലേ, കഴിക്കൂലല്ലോ. പിന്നെ ഇതാ ഞാൻ ഇത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കാര്യം കുറേ പേര് ചോദിക്കലുണ്ട് ഏത് ഡേറ്റ്സാണ് ഉപയോഗിക്കലെന്ന്. സുക്കരി എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മളിവിടെ വാങ്ങൽ. ചിലപ്പോൾ നമുക്കിത് കിട്ടില്ല കേട്ടോ. പക്ഷെ റമദാനിന് എന്തായാലും ഇത് നല്ല സുലഭമായിട്ട് കിട്ടലുണ്ട്. നമ്മൾ ഇത് വാങ്ങിച്ചത് ഷാലിമാർ എന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഡേറ്റ്സ് ആട്ടോ, നല്ല ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഡേറ്റ്സ് ഇല്ലേ, അങ്ങനെ. അപ്പോൾ അതൊക്കെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാനുള്ളത് കുറച്ചെടുത്തിട്ട് ഒരു ബോക്സിൽ കുറച്ച് പുറത്ത് വെക്കുക, ബാക്കി നമ്മൾ കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ, ബാക്കി നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഇല്ലെങ്കിൽ അതിങ്ങനെ നളുത്ത് പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഇങ്ങനെ ഹാർഡാവാതെ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, കുളിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പ് കിച്ചണിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. റമദാൻ നമ്മൾ സാധാരണ ദിവസം പോലെ തന്നെ നമ്മൾ റമദാനിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളും അത്ര തന്നെ പ്ലാനിങ് വേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ചിലർക്ക് പണി ഭയങ്കര ബുദ്ധിമുട്ടാണ്, വൈകുന്നേരം ഇങ്ങനെ തീരൂല പണി അങ്ങനെയൊക്കെ പറയുന്നവരില്ല, അങ്ങനെയുള്ളവർക്ക് കേട്ടോ. അല്ലാണ്ട് ചിലർ നല്ല എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് കറി വെക്കാനുള്ളത്, സ്നാക്സിനുള്ളത്, ചിക്കൻ ബീഫ് അങ്ങനത്തെ ഇല്ല, അതൊക്കെ ഒന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ വിട്ടു പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 10 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പതുക്കെ തണുപ്പ് വിട്ട് വന്നോളും. പിന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അന്നത്തേക്ക് നമുക്കുള്ള ഫ്രൂട്ട്സ്, നമുക്കിവിടെ തണുപ്പ് വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് എടുത്തിട്ട് പുറത്ത് വെക്കുന്നത്. പിന്നെ കഴുകാനുള്ള ഐറ്റംസൊക്കെ ഞാൻ കഴുകാൻ ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വരില്ല, ആ ഒരു സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ രാവിലെ എന്തെങ്കിലും ഒന്നിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിലേ വൈകുന്നേരം നമുക്കത് ഭയങ്കര ഹെൽപ്പ് ആവുകയും ചെയ്യും. നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ആ ഒരു സമയം നല്ല തിരക്കാവും ചെയ്യും കേട്ടോ. പിന്നെ അതിനുശേഷം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം നമുക്ക് പ്രയറിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ അസ്ർ നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കിച്ചണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇന്നിട്ട ഡ്രസ്സ് നിങ്ങളെന്തായാലും ചോദിക്കും, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ പറയുന്നത് ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം, അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ. ചെക്ക് ചെയ്തിട്ട് ഞാൻ ലിങ്ക് എന്തായാലും ഇടാം കേട്ടോ. നല്ലതാട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അടിപൊളിയാണ്. ഓപ്പൺ ഇല്ല കേട്ടോ, ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട്. പിന്നെ ബട്ടൺ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഷോ ബട്ടൺ വരുന്നുണ്ട് ഫ്രണ്ടിൽ. 3/4 സ്ലീവ് വരുന്നത്, കോളറിൻ്റെ കാണട്ടെ വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാൻറ്റും ഇത് രണ്ടും കൂടിയാണ് കേട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 300-400 അങ്ങനെ എന്തോ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയാൽ മനസ്സിലാവുമേ.
അപ്പോൾ ഇതാ ഇനി നമ്മൾ എല്ലാ തവണയും നമ്മൾ ഹാങ് ചെയ്തിടുന്ന നമ്മളെ റമദാൻ മുബാറക്ക് അത് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങുകയല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 4-4:30 ആയിട്ടുണ്ട് കേട്ടോ. കാര്യം അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഇങ്ങനെ ലാഗ് അടിച്ച് നിൽക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി. അല്ലാണ്ട് നേരത്തെയും നമ്മൾ വന്നിട്ട് പിന്നെ കുറേ സമയം നമ്മൾ കിച്ചണിൽ അങ്ങനെ വെറുതെ ആയി അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് റെസ്റ്റും കിട്ടൂല, അങ്ങനെ ഒരു സമയമായിരിക്കും. ഞാൻ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. കാര്യം രാവിലെ 9 മണിക്ക് ആണല്ലോ എണീക്കുന്നത്. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ ഉറക്കം നമുക്ക് അവിടെ കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ ഉറക്കം വരില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു പകലാണ് കേട്ടോ എനിക്ക് നല്ല ഫ്രീ ടൈം കിട്ടുക. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് കിട്ടും കേട്ടോ. വേഗം പണി തീർത്തിട്ട് നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത ആണുങ്ങൾ, അതായത് ആണുങ്ങളും ഇല്ലാത്ത ആ ഒരു ടൈമില്ലേ അത്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ കുക്കിംഗ് അല്ല റെഡിയാക്കി വെക്കുക കേട്ടോ. ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ അവസാനം ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അത് ഞാൻ ആദ്യം അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അപ്പം അതൊക്കെ സലാഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. കാര്യം ഇത് എപ്പോഴും ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ലാസ്റ്റ് ഭയങ്കര ഹറിബറി ആയിട്ട് ജ്യൂസ് അങ്ങോട്ട് തെറിക്കുന്നത് മിക്സി ഇങ്ങോട്ട് തെറിക്കുന്നത് എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യുക. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ, ടൈം നമുക്ക് കുറച്ച് കൂടുതലും വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാനാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം എന്തായാലും പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് സക്സസ് ആണോ എന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഷെയ്ക്ക്, നല്ല അടിപൊളി ഹെൽത്തി ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു അബൂദ എന്നാട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. ഇത് ഗൾഫിലൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിത് ഞാൻ എഴുത്തി മോനൊക്കെ കോഴിക്കോട് പോയ സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ ഇത് കിട്ടും കേട്ടോ. നല്ല റിച്ച് ആയിട്ടുള്ള 2-3 ഫ്ലേവറിൽ വരുന്നുണ്ട് ഇതിൻ്റെ വേറെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹെൽത്തിയാണ് കേട്ടോ. മധുരത്തിന് നമ്മൾ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതേ രീതിയിലാണ് ചേർക്കുന്നത്. പിന്നെ ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഷമാമിൻ്റെ ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഒരു മാങ്ങേൻ്റെ പകുതി ഇട്ടാ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് ഞാനൊരു 5-6 എണ്ണം കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് ഒരു 10 മിനിറ്റ് അത് ആ വെള്ളത്തോട് കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് തിക്കായിട്ടാണ് കേട്ടോ, ഷേക്കല്ലേ, തിക്കായിട്ടാണ് നല്ല ടേസ്റ്റും ഉണ്ടാകുക. അപ്പോൾ അതിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടിക്കുമ്പോൾ ഐസ്ക്രീം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി നമ്മളെ വാട്ടർമെലൺ ജ്യൂസില്ലേ, ഇത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നോമ്പെടുത്തിട്ട് കുടിക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പം അതും അവിടെ റെഡിയായി. ഇതിൽ ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം മധുരം ഇടാണ്ട് നമുക്ക് കുഴപ്പമില്ല. ഒരു ദാഹത്തിന് ഡ്രിങ്ക് കുറച്ചൊരു ഹെൽത്തി ആയിട്ട് കാണാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഇടാൻ, ഞാൻ ഇടാണ്ടിരുന്നതാണ്. അപ്പം മിക്സീൻ്റെ പണി ഇവിടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഏറെക്കുറെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ മിക്സീൻ്റെ കവറിന്ന് ഇതാണ് കേട്ടോ. ഞാനെപ്പോഴും മിക്സീൻ്റെ മുകളിലൊരു ടവലുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് പൊടി ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വൈറ്റ് കളറും ഒക്കെ അല്ലേ, ഏത് കളറാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ മിക്സീൻ്റെ അളവ് പറഞ്ഞു കൊടുത്താൽ അവരിങ്ങനെ ഒരു മിക്സീൻ്റെ കവർ, ഒരു കുപ്പായം എന്നൊക്കെ പറയാം, തയ്ച്ച് തരും കേട്ടോ. പക്ഷേ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അതിട്ടിട്ടാണ് കേട്ടോ വെക്കുക. ഇത് നേരത്തെ പറഞ്ഞ അവർ എനിക്ക് ചെയ്തു തന്നതാണേ. അപ്പം നിങ്ങൾക്ക് അതിലെന്തെങ്കിലും, അതുപോലെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ കിച്ചൺ സെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 2-3 ഐറ്റം അവർ സെറ്റാക്കിയിട്ട് തരും. അങ്ങനെ ഞാനെന്തായാലും ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അവരുടെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. അവർ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കുട്ടികളുടെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കിട്ടുക. കാരണം അവർ കുറേ ബൾക്ക് ചെയ്യാത്തതുകൊണ്ട് അവർ അതിലൊന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ആവശ്യമുള്ളവർ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഫ്രൂട്ട് സലാഡ്, ഒരു ഹെൽത്തി ഫ്രൂട്ട് സലാഡും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള ഇത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അത്രയും എടുത്തിട്ടുള്ളൂ, ഇത്രയും വേണ്ടാന്ന് വിചാരിച്ചാൽ, പക്ഷെ കുറച്ച് കൂടിപ്പോയതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളെ കയ്യിലുള്ള നട്ട്സ്, കാഷ്യൂനട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ, പീനട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ എന്താണോ ഉള്ളത് അതെടുക്കുക. അപ്പോൾ ഇതൊക്കെ കുട്ടികളൊക്കെ അങ്ങ് കഴിച്ചോളൂ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ചിയാ സീഡ് ഇല്ലേ, അത് ഞാൻ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് ഒരു 5 ഈത്തപ്പഴം ഇതുപോലെ തന്നെ ഒന്ന് അരച്ച് കുറച്ച് പാലൊഴിച്ചാൽ മതി കേട്ടോ. പാലൊഴിച്ചിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടു, നട്ട്സ് ഇട്ടു, ചിയാ സീഡ് ഇട്ടു,
ഒരു മധുരത്തിനുള്ള സംഭവം ഇട്ടു. പാല് ഒഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതില്ലേ ലൂസായിട്ട് ഇരുന്നോട്ടോ കേട്ടോ. കാര്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് ചിയ സീഡും ഉള്ളത് കൊണ്ടില്ലേ നല്ല തിക്കായിട്ട് ആ ഒരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടുമേ. ഞാനൊരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് അനാറും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾ കയ്യിൽ എന്താണോ ഉള്ളത് അത് മതി കേട്ടോ. ഞാനിപ്പോൾ പൂവമ്പഴം എടുത്തു. നിങ്ങൾക്ക് വേണേൽ റോബസ്റ്റപ്പഴം എടുക്കുക, നേന്ത്രപ്പഴം എടുക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. ഇന്ന ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് സലാഡാ. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. സെറ്റാവാൻ വെക്കണമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ട് വരും. ഇനി ഇതാ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനായിട്ട് എടുത്തില്ല. ചിക്കനിലേക്ക് ഉള്ളി, തക്കാളി, ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ചൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ആ ഒരു ഗുണം ഉണ്ടല്ലോ ഇപ്പോഴാണ് ഫീൽ ചെയ്യുക. കാര്യം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കില്ല കറിയിലേക്ക്. ഞാൻ ചതച്ചിട്ടാക്കി ചേർത്ത് കൊടുക്കുക. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അത് തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ച സാധനമല്ലേ, ഫ്രിഡ്ജ് തുറന്ന് എടുത്തിട്ട് ചതച്ചിടാൻ സമയമില്ലാത്തത് കൊണ്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്തതാട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ തൊലി കളഞ്ഞിട്ടും ഒന്നും പേസ്റ്റാക്കി വെച്ചിട്ടില്ലെങ്കിലൊന്നും അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് ഇപ്പോഴാണ് കേട്ടോ കിട്ടുക. ആ ഒരു വൈകുന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി ഇതാ നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, ഫൈൻ ചോപ്പൊന്നും ആവണ്ട. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആക്കിയ പോലെ പേസ്റ്റ് ആവണ്ട. അതൊരു 2-3 പച്ചമുളക്, അത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതിയേ. അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സവാളൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടത്. നമ്മളിതിലേക്ക് ബീഫോ ചിക്കനോ മീനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബീഫായിരുന്നേ. ബീഫ് ഒരു 3-4 കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചു. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണം. ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ സവാളയിലേക്കൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. മീനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേവിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ആണെങ്കിലും ഇതുപോലെ തന്നെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പ്രോൺസൊക്കെ ഇട്ടിട്ട് ചെയ്താൽ അടിപൊളിയാണേ. അപ്പോൾ ഇനി നമുക്ക് ഒരു മൈദേൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുക്കണേ. അപ്പോൾ അതും നിങ്ങൾ എത്രയാണോ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചാണ് മൈദയൊക്കെ എടുക്കേണ്ടത് കേട്ടോ. ഇനി തികഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും കലക്കി എടുത്താൽ മതി. ഇതിൽ അങ്ങനെ കൂടുതൽ പ്രോസസ്സൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയില്ലാതെ ഓയിൽ ഫ്രൈ അല്ലാത്ത സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഒരു ദോശപ്പാന് ചൂടാകുമ്പോൾ അതിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുക. ഈ ഒരു ലൂസ് നിങ്ങൾ കണ്ടല്ലോ മാവിൻ്റെ. പിന്നെ നമ്മൾ ദോശയ്ക്ക് ചുട്ടെടുക്കുന്ന പോലെ ഇങ്ങനെ നേരിയതാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. കുറച്ച് കട്ടി വേണം. എന്നാലാണ് നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മടക്കൊക്കെ വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആട്ടോ. കാണുന്ന പോലെ അങ്ങനത്തെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. എളുപ്പത്തിൽ പരിപാടി പറ്റും. അപ്പോൾ ഇതാ ദോശ ഒന്ന് ആറി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ തിരിച്ചിട്ട ഭാഗത്താണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മസാല സൈഡിലേക്ക് ആയി പോകാണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി, അറ്റത്തേക്ക് വരണ്ട. എന്നിട്ട് ഇതുപോലെ തിരിച്ചൊന്ന് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കൈ വെച്ച് ചെയ്യണ്ട കേട്ടോ. ഞാൻ ഇതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇടക്ക് ആരോടും പറഞ്ഞിട്ട് ഇടക്ക് കൈ പൊള്ളി പോലുണ്ടേ. അപ്പോൾ ഒരു ചട്ടകോ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്തോ. തിരക്കും കൊണ്ടാണെന്നും പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഇനിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതവിടെ പെട്ടെന്ന് കൂട്ടി നിൽക്കും കേട്ടോ. മസാല ആ ഭാഗത്തേക്ക് വരാണ്ടിരുന്നാൽ മതി. ഇനി ഇതാ ഓരോന്നും ഇതിൻ്റെ പേര് എന്താ പറയുക, ചിക്കനാണെങ്കിൽ ചിക്കനട, മീനാണെങ്കിൽ മീനട, അങ്ങനെ പേരും വ്യത്യാസപ്പെട്ടിരിക്കുക. ഇനി ഇതിൽ നമ്മൾ കുറച്ച് പരിപാടിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. സാധാ ഒരു അടയല്ല, പക്ഷെ ഭയങ്കര ഈസി അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ചെയ്തെടുക്കട്ടെ. എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യാതെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്നാൽ സ്നാക്ക് നമ്മൾ എന്തായാലും ഒഴിവാക്കാൻ വേണ്ടി പറ്റുകയില്ല. നമുക്ക് എന്തായാലും വേണം. നമ്മൾ എണ്ണയ്ക്കൊന്ന് ഒഴിവാക്കി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇനി അടുത്ത സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ 3 എഗ്ഗൊന്ന്
നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തു. അതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ, ചെറുകിയെടുക്കുക. ഇനി അതിലേക്ക് ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം കേട്ടോ, അത്രയും മതി, ഓവർ വേണ്ട. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 2 ടീസ്പൂണൊക്കെ സോയാ സോസ്, പിന്നെ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുറേ വേണ്ട കേട്ടോ, എല്ലാം കുറച്ചും മതിയേ. ഇനി അതിലേക്ക് മസാലയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 പീസ് ബ്രെഡ് കേട്ടോ, ഈ ഒരു അളവിലേക്കാണേ 2 പീസ് ബ്രെഡ് അതുപോലെ ഒന്ന് കൈവച്ചൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഒരുപാട് ക്യാപ്സിക്കം കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി കൈവച്ചിട്ട് ഞാനിത് ചെയ്ത പോലെ ഒരു എഗ്ഗിൻ്റെ ഒരു റോളാക്കിയിട്ട് മാറ്റാം. ഇതുപോലെ എളുപ്പമാണ് കേട്ടോ, കയ്യിൽ ഓയിലൊന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇതും നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന എന്നാൽ ഈസി സ്നാക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് അല്ലെങ്കിൽ എങ്ങനത്തെ സ്നാക്സ് ആണ് വേണ്ടത്, ഏത് ടൈപ്പാണ്, എന്തെല്ലാം റെസിപ്പീസ്, എന്തെല്ലാം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം, മറന്നുകൊണ്ടാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്കിൻ്റെ കാര്യം മറന്നേ പോകരുത് കേട്ടോ. ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ. ഇനി നമ്മൾ ബ്രെഡിൻ്റെ 4 അരികും കളഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുന്നുണ്ട് കേട്ടോ. ആവി പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബ്രെഡ് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ ഈ ഒരു ടിപ്പ് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്നും ഇട്ട് വെക്കരുത് കേട്ടോ, അടപ്പൊന്നും വെക്കണ്ട, ഒന്നും ആവി വെക്കുക, അപ്പം തന്നെ തിരിച്ചു വിട്ട് കൊടുക്കുക. ഞാൻ വീഡിയോ കട്ടാക്കാതെ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നിങ്ങൾക്ക് മറ്റേ ഇങ്ങനെ പ്രസ്സാക്കാതെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മളെ ഈ ഒരു എഗ് റോളില്ലേ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു എഗ്ഗ് ഞാനൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടേ. അത് ഈ ബ്രെഡിൻ്റെ താഴെ ഭാഗത്ത് അത് അവിടെ ഒന്ന് പ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. എഗ്ഗ് സ്പ്രെഡ് ചെയ്ത ഭാഗമാകുമ്പോൾ അവിടെ ഒട്ടി നിന്നോളും കേട്ടോ, പ്രസ്സായിട്ട് നിന്നോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കട്ടെ. നല്ല ഈസി അല്ലേ, 2 സ്നാക്കും അടിപൊളിയാണ്, പക്ഷേ നല്ല ഈസിയാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ബീഫ് അട ഇല്ലേ, ബീഫ് അടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാവ് ലൂസായി പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഒരുപാട് ടൈറ്റും ആയിരുന്നു. ഇതിപ്പോൾ നമ്മളെ കറി ചിക്കൻ വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചിട്ടുണ്ട്. വറുത്തരച്ച കറിയൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് റെസിപ്പി ആയിട്ട് കാണിക്കാണ്ടിരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയേ. അപ്പോൾ അതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തു, വറവും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്രാവശ്യം പത്തിരി അങ്ങനെ ദോശ അങ്ങനത്തതൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാര്യം ഇത് തന്നെ എന്തായാലും നമുക്ക് സ്നാക്ക് എന്തായാലും ഉണ്ടാക്കണമല്ലേ, അത് ഉണ്ടാക്കാണ്ടിരിക്കൂല നമ്മൾ. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫില്ലാവും. വേണമെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കിയത് ഞാൻ പുലർച്ചെ നമ്മൾ കഴിക്കൂലേ, ആ ഒരു സമയത്തൊക്കെ വേണ്ടിയിട്ടാണേ. കാരണം ഇതൊക്കെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ വയറ് നിറക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ്ട് ഒരു 2 ടീസ്പൂണൊക്കെ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ട് അത് എഗ്ഗില്ലേ, എഗ്ഗൊന്ന് ഒരു 2-3 എഗ്ഗൊന്ന് പൊട്ടിച്ച് വെച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ തറാവി നമസ്കാരം ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോവുക കേട്ടോ. പോവുക മീൻസ് തറാവി നിസ്കരിക്കുക. തറാവി നിസ്കാരം കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വിശക്കും. അപ്പോഴത്തേക്ക് ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതന്നെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാകും. വെറുതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കി നമ്മളെ പണിയും എക്സ്ട്രാ ആക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളെ വീട്ടിലുള്ളവരുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ബീഫ് എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് മീലിലാണ് കേട്ടോ. പ്രോൺസിലൊക്കെ അടിപൊളി ടേസ്റ്റാണ്. സെക്കൻഡ് ബീഫ്, പിന്നെ ചിക്കൻ കേട്ടോ. എല്ലാത്തിലും ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മളെ ആ ഒരു എന്താ പറയുക എഗ് റോളില്ലേ, അതും ഇതുപോലെ തന്നെ എഗ്ഗിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് ഓയിൽ 1-2 ടീസ്പൂൺ ഓയിലൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതുപോലെ ഒരു കളറാവുന്നവരെ എല്ലാ ഭാഗവും ഒന്ന് മുരിപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താലും മതി. കിടിലൻ സ്നാക്കാണ് കേട്ടോ. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് കൂട്ടി കൊടുക്കുക, പച്ചമുളക് ക്രഷ് ചെയ്തത് കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ കഞ്ഞി അവിടെ അടുപ്പത്ത് സിമ്മിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. നമ്മൾ പയറൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നൊരു ഹെൽത്തി കഞ്ഞി കേട്ടോ, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ പിന്നീട് കാണിക്കാം. ഇനിയിപ്പോൾ അതിന് ശേഷം എനിക്ക് കുറച്ച് ഒരു 10-15 മിനിറ്റ് എന്തായാലും ഒരു ഫ്രീ ടൈം വേണം കേട്ടോ. കാര്യം നമ്മളെ ആ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പത്തെ സമയത്തുള്ള ആ ഒരു പ്രെയർ ടൈം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, റബ്ബ് ഉത്തരം തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. ഞാൻ എന്നോടും കൂടെ കൂടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ തിരക്കിലായി പോകരുതല്ലോ. അപ്പം ഇനി ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് സെർവ് ചെയ്യട്ടെ. പിന്നെ ജോലിക്ക് പോയിട്ട് വന്നവർക്കും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിലും അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ മനസ്സിൽ അറിയാലോ, അപ്പോൾ ആ രീതിയിലൊക്കെ ചൊല്ലുക, പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലും മതി കേട്ടോ. അതെല്ലാത്തിനും നമ്മൾ എന്താ പറയുക, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളും നമുക്ക് എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുള്ള വഴികളും നമ്മൾ ചിന്തിച്ചാൽ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ എനിക്കൊന്നും സമയം കിട്ടുന്നില്ല, എനിക്കതിനൊന്നും നേരമില്ല, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇരുന്നിട്ടും നടന്നിട്ടും കിടന്നിട്ടും ഒക്കെ നമുക്ക് പ്രാർത്ഥന ചെയ്യാവുന്നതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ വലിയ ആളായിട്ടോ ഞാനിതൊക്കെ ചെയ്യുന്ന ആളായിട്ടോ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എന്നോടും കൂടെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതാ നമ്മളെ ഹെൽത്തി ഫ്രൂട്ട് സലാഡും സെറ്റാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നൊന്നുമില്ല കേട്ടോ. കാര്യം നമ്മൾ ഇപ്പോൾ ഇതെന്തായാലും കഴിക്കൂല, അപ്പോൾ പിന്നെ കൊണ്ടുപോകാം. ഞാൻ സെർവ് ചെയ്ത് വെക്കുന്നേ ഉള്ളേ. അപ്പം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ വെള്ളവും കാരക്കയും മാത്രമാണ് കേട്ടോ ഇപ്രാവശ്യം കഴിക്കുന്നത്. അപ്പം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റഫീഖ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ജ്യൂസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നമ്മൾ സലാഡ്, സ്നാക്ക് എല്ലാം കഴിക്കുക, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മൾ നിസ്കരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ ആദ്യം ഫൈബറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഡേറ്റ്സും വെള്ളവും കഴിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ അസിഡിറ്റിക് പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇതാ നമ്മളെ ഫുഡൊക്കെ എടുത്തു വെച്ചു. ടേബിളൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പോൾ ഇന്ന് റഫീഖ വന്നത് ആ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് ആ ഒരു സമയത്താട്ടോ വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ റഫീഖാനെ വീഡിയോയിൽ ആദ്യം കാണാതിരുന്നത്. അല്ലെങ്കിൽ റഫീഖയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കൊണ്ടുവെക്കുക, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ബാങ്ക് കൊടുത്തു, ഇനി നോമ്പ് തുറക്കട്ടെ. അപ്പോൾ മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മൾ ഒന്നാമത്തെ റമദാൻ നമ്മൾ നോമ്പ് തുറക്കുകയാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നുപോലെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.